ഹായ്, ചുങ്കത്ത് ജ്വല്ലറിയുടെ അങ്കമാലി ഷോറൂമിലേക്ക് ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇത്രയും ദിവസം ഞാൻ കവർ ചെയ്ത എല്ലാ എപ്പിസോഡും മോസ്റ്റ്ലി നമ്മൾ മാലകളാണ് കോൺസെൻട്രേറ്റ് ചെയ്തല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു പുതിയ ഡിസൈൻ കളക്ഷൻ, നമ്മൾ ഇതിൻ്റെ കൂടെ മാച്ചിങ് ആയിട്ടുള്ള വളകൾ, അതിനെപ്പറ്റി ഒന്നും ഇതുവരെ കണ്ടില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിന്ന് രണ്ട് ഗ്രൂപ്പ് ഓഫ്, അതായത് കുറച്ച് സിമ്പിൾ വളകളും കുറച്ച് ഹെവി ആയിട്ടുള്ള വളകളുമാണ് ഇന്ന് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കവർ ചെയ്യുന്നത്. അപ്പം അതിന് ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വള ചൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈൻ അല്ലേ. അപ്പോൾ ഇതിനെ പറ്റിയും ബാക്കിയുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഡിസൈൻസിനെ പറ്റി ഇന്ന് നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ചുങ്കത്തിൻ്റെ എക്സിക്യൂട്ടീവായ അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഈ ബ്യൂട്ടിഫുൾ ഡിസൈൻസിനെ പറ്റി. ഓക്കെ, താങ്കളുടെ കയ്യിലിരിക്കുന്ന വളയുടെ സെയിം ഡിസൈനാണ് എൻ്റെ കയ്യിലും ഇരിക്കുന്നത്. ഇങ്ങനെ അനവധിയായ ഡിസൈൻ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ഈ വള ഒരു ആൻറ്റിക് ടച്ചോട് കൂടിയതായ സ്ക്രൂ വെച്ചുള്ളതായ ഒരു വളയാണ്. ഇതിൻ്റെ പ്രത്യേകത സ്ക്രൂ ആയതുകൊണ്ട് കൈയുടെ വണ്ണം നമുക്ക് പ്രശ്നമല്ല, വളരെ ഈസി ആയിട്ട് ഇടുകയും ഊരുകയും ചെയ്യാവുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ തൂക്കം തന്നെ ഏകദേശം ഒരു 4 പവനോളം തൂക്കം വരുന്നതായൊരു വളയാണ്. ആദ്യകാലങ്ങളിൽ നമുക്കിതിനെ ആനത്തലവള എന്ന് അറിയപ്പെടുന്ന ഒരു ഡിസൈനിൻ്റെ ഒരു പുതിയ പാറ്റേൺ ആണ് ഈ വള. നിറയെ വർക്കുകളും ഇതിനകത്ത് ആലേഖനം ചെയ്തിട്ടുണ്ട്. ഒരു കൊത്തുപണികൾ ഒരുപാടുള്ളതായ ഡിസൈൻ, കുറേ ഫ്ലവർ ഡിസൈനുണ്ട്, കുറേ ലീഫ് ഡിസൈനുണ്ട്. അങ്ങനെ ഏറ്റവും ക്യൂട്ടായ ഡിസൈൻ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ആനത്തല വളയുടെ ഷേപ്പാണ്. പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഒരെണ്ണം ഇട്ടാൽ മതി, ആ ഒരു എടുപ്പുണ്ടാവും. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി ട്രഡീഷണൽ ഔട്ട്ഫിറ്റ്, ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന പോലെയുള്ള സ്കേർട്ട്, അങ്ങനെയുള്ള ഡിസൈൻസിൻ്റെ കൂടെ ഭയങ്കര ബ്യൂട്ടിഫുൾ. പിന്നെ സാരിയുടെ കാര്യം പറയണ്ട, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇത് പിന്നെ എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി ഒരു യങ്സ്റ്റേഴ്സ് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുക, കാര്യം അത് കുറച്ച് ട്രെൻഡിയാണ്. പിന്നെ ഇതിൽ കുറച്ച് ഒരു ഗ്ലേസിങ് കൊടുത്തിട്ടുണ്ട്. അതെന്താണ് അങ്ങനെ ഒരു ആന്റിക് ടച്ച് ആണ് കൊടുത്തിരിക്കുന്നത്? ഓ, അത് ശരി. ഒരു സ്റ്റോണിൻ്റെ ഒരു പാറ്റേൺ പോലെ നമുക്കൊരു ഗ്ലേസിങ് തോന്നും, പക്ഷെ സ്റ്റോൺ ഇല്ല. അതിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി ആണ്. കാണുമ്പോൾ ക്ലോസിൽ വാച്ച് ചെയ്താൽ നമുക്ക് തോന്നും സ്റ്റോൺ ഉണ്ടോ എന്ന്, പക്ഷെ സ്റ്റോൺ ഇല്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ഡിസൈനാണ് കാണിക്കുന്നത്. ഇത് ലക്ഷ്മി പാറ്റേൺ ഉള്ള ഒരു വളയാണ്. അപ്പോൾ പണ്ടത്തെ നമ്മുടെ ലക്ഷ്മി വള അത്തരത്തിലുള്ള, പിന്നെ അതുപോലെയുള്ള ഒരു ഡിസൈൻ്റെ പുതിയൊരു ട്രെൻഡി ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ഇതിനെപ്പറ്റി ഒത്തിരി പറയാനുണ്ട്. ഏകദേശം ഒരു 4.5 പവൻ തൂക്കം വരുന്നതായ ലക്ഷ്മി ഡിസൈൻ ചെയ്തിട്ടുള്ളതായ, അതുപോലെ തന്നെ കോട്ട സ്റ്റോണും ഇതിൽ കവർ ചെയ്തിട്ടുള്ളതായ ഒരു ചെട്ടിനാട് കളക്ഷനിൽ വരുന്നതായ ഒരു വളയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ ലക്ഷ്മി വള അല്ലെങ്കിൽ ദശാവതാരം വള എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗോൾഡ് കളറിൽ തന്നെയാണ് പൂർണ്ണമായിട്ടും വന്നിരുന്നത്. എന്നാൽ പുതിയ ട്രെൻഡി എന്ന് പറയുന്നത് ചെട്ടിനാട് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, പ്രത്യേകിച്ച് കല്യാണങ്ങൾക്കൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കളക്ഷനാണ് ഇന്നിപ്പോൾ ഈ ചെട്ടിനാട് കളക്ഷൻ വന്നിരിക്കുന്നത്. അധികം തിളക്കമില്ല, എന്നാൽ നല്ല ലുക്കോട് കൂടിയായ ഈ വളയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതിൽ ഒരുപാട് കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്. ലക്ഷ്മി എന്ന് പറയുമ്പോൾ ലക്ഷ്മി തന്നെ പല ഡൈലുണ്ട്, എന്നാൽ ഇത് പ്രത്യേകം ചെയ്തെടുത്തതായ ലക്ഷ്മി വളയുടെ സൈഡിൽ തന്നെ ലീഫിൻ്റെ ഡിസൈൻസ് ഉണ്ട്, ഫ്ലവർ ഡിസൈൻസ് ഉണ്ട്. അങ്ങനെ ഏറ്റവും ക്യൂട്ടായ രീതിയിൽ തന്നെയാണ് ഈ വള ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു പക്ക ട്രഡീഷണൽ പാറ്റേൺ ആണെങ്കിലും ഞാൻ പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു വെസ്റ്റേൺ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഇത് ഭംഗിയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു കുറച്ചൊരു ട്രെൻഡി പാറ്റേൺ ആയിട്ടാണ് എനിക്ക് തോന്നിയത്.
നമ്മൾ ടിപ്പിക്കലായിട്ട് എന്താ പറയുക ലക്ഷ്മി പാറ്റേൺ ആണ്, അതുകൊണ്ട് ട്രഡീഷണൽ ആണ്, അങ്ങനെയല്ല എനിക്ക് തോന്നിയത്. ഇതിന് എന്തൊക്കെയോ സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇത് എല്ലാ ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെ പോകുന്നതും, പിന്നെ ഇത് എല്ലാ ഏജ് ഗ്രൂപ്പിനും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനുമാണ് അല്ലേ. എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കും ഡെഫിനറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഒരു എപ്പിസോഡിൽ ഒരു കൽക്കട്ട ഡിസൈൻ മാല ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് കൽക്കട്ട ഡിസൈൻ ഒരു ബാംഗിളാണ്. ഇതിൽ ഞാൻ നേരത്തെ ആ മാലയിൽ പറഞ്ഞ പോലെ തന്നെ കുറേ ഡീറ്റെയിലിംഗ് ഉണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ചോദിക്കാം, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന്. ഓക്കെ, 2.5 പവൻ തൂക്കം വരുന്നതായ ഒരു കൽക്കട്ട ഡിസൈനും ഒരു ആൻറ്റിക് ടച്ചും മിക്സ് ചെയ്തിട്ടുള്ളതായ ഒരു സ്ക്രൂ വെച്ച വളയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ഇത് സ്ക്രൂ ആയതുകൊണ്ട് നമ്മുടെ കൈ കടന്നു പോകുന്നൊരു ഭാഗം നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ഈസി ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു വളയാണത്. ഏകദേശം 2.5 പവനാണ് ഇതിൻ്റെ തൂക്കം. ഇതിൻ്റെ എല്ലാ ഗ്യാപ്പുകളിലും നല്ല ഭംഗിയുള്ളതായ ഒരു കർവ് ഡിസൈൻസ് ഇതിനകത്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലവറും ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒന്നിടവിട്ടുള്ള ഗ്യാപ്പുകളിൽ ഇച്ചിരി കളർ മിക്സിങ് വരുന്നിട്ടുണ്ട്. കൂടുതലായിട്ടൊക്കെ കെമിക്കൽ വന്നു കഴിഞ്ഞാൽ ആ കളറ് ഫേഡായിക്കും. ഇതൊന്നും അങ്ങനെ റഫ്യൂസ് ചെയ്യുന്നൊരു ഓർണമെൻ്റ് അല്ല, കുറച്ച് കെയർ ചെയ്യേണ്ടതായൊരു ഓർണമെൻ്റാണ്. അപ്പോൾ ഇത് ട്രെൻഡി ആയിട്ടുള്ളൊരു വളയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. വെരി കോമൺ ആയിട്ടുള്ളൊരു ഡിസൈനുമല്ല. കാര്യം കൽക്കട്ട ഡിസൈനാണ്. ഇത് സ്പെഷ്യൽ ടാലൻറ്റ് വേണം, സ്കില്ല് വേണം. നമ്മുടെ നാട്ടിലുള്ള തട്ടാന്മാരെല്ലാം ഇത് ഉണ്ടാക്കുന്നത് അല്ലേ, പുറത്തുനിന്ന് വരുന്ന ഒരു വളയാണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു എല്ലാ കോസ്റ്റ്യൂംസിൻ്റെ കൂടെ നന്നായി ഇണങ്ങുന്ന, പ്രത്യേകിച്ച് സാരി എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലേ, എല്ലാത്തിൻ്റെയും കൂടെ ഒരുപോലെ പോകുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഈ കളക്ഷൻസൊക്കെ ഇഷ്ടമായി കാണുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബാംഗിൾസിൻ്റെ കളക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുള്ളായി കാണും. കാര്യം ഞാൻ ഒത്തിരി ഡിസൈൻസ് കാണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വളരെ ഹെവി ആയിട്ടുള്ളതും ലൈറ്റ് ആയിട്ടുള്ളതും എല്ലാം. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ചുങ്കത്തിൻ്റെ പേജ് ലൈക്ക് ചെയ്യുക. ഇനി നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ഹാവ് എ ഗ്രേറ്റ് ഡേ.